ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. 200 രൂപയ്ക്ക് എണ്ണ അടിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല. 200 രൂപയ്ക്ക് എണ്ണ അടിച്ച ഈ സാധനത്തിലൊന്നും ആവില്ലെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ജസ്റ്റ് ഒരു ഈവനിങ് സ്പിന്നിനായിട്ട് ഇറങ്ങിയതാണ്. ഇതും കൊണ്ട് തൊട്ടടുത്ത് വരെ ഒരു ചായ കുടിക്കുക, തിരിച്ചു വരിക, അതിനിടയിൽ ഒരു വീഡിയോ എടുക്കുക, സംസാരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് GT 650 ആണ്. അപ്പോൾ ഇന്നൊരു ടോക്ക് വീഡിയോ ആണ്. ഇതിൻ്റെ റിവ്യൂ അല്ല, ഞാൻ ഓൾറെഡി ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കുറച്ച് കാലവും കൂടെ ഈ ഒരു ബൈക്ക് നമ്മുടെ ഇടയിൽ കാണുള്ളൂ എന്നൊരു വാർത്ത ഞാൻ കുറച്ച് നാളുകൊണ്ട് കേൾക്കുവാണ്. നിങ്ങളും കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനൊരു അപ്ഗ്രേഡ് വരാൻ പോവുകയാണ്. നമ്മുടെ GTക്കും ഇൻ്റർസെപ്റ്ററിനും GTക്കും മാത്രമല്ല, അറിയാമല്ലോ, റോയൽ എൻഫീൽഡാണ്. ഒരു എഞ്ചിൻ വന്നു കഴിഞ്ഞാൽ ഉള്ള എല്ലാ ബൈക്കിലേക്കും ആ എഞ്ചിൻ കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക ബൈക്കിനും ഒരു അപ്ഗ്രേഡ് വരാൻ പോവുകയാണ് എന്ന് തന്നെ പറയാം. അങ്ങനെ കുറച്ച് റൂമേഴ്സാണ് കേൾക്കുന്നത്. ഒരു ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതൊന്നും ഒഫീഷ്യലി ആയിട്ടുള്ളതൊന്നുമല്ല. കുറച്ച് സ്പൈ ഷോട്ട് പിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു GT 650യുടെ പിക്ക് ഞാനിവിടെ കൊടുത്തേക്കാം. ഒരു പിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണുന്നത് ഒരു ട്വിൻ സിലിണ്ടർ ഇതേപോലത്തെ എഞ്ചിൻ തന്നെയാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ അതൊരു 750 ആവാനാണ് ചാൻസ് എന്നാണ് കൂടുതൽ റൂമേഴ്സ് പറയുന്നത്. അവരൊരു 750cc എഞ്ചിൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വാർത്തയും കൂടി കേൾക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ആ ബൈക്ക് എങ്ങനെയായിരിക്കും എന്ന് മാത്രമല്ല, ഈ GT 650യുടെ കാര്യം ഉറപ്പായിട്ടും പറയണത് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് സ്റ്റിൽ ഇപ്പോഴും ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്. ഞാൻ GT 650 വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കുറേ കമൻറ്റ്സ് വരുന്നുണ്ട് എങ്ങനെയുണ്ട് വണ്ടി എന്നുള്ളത് രീതിക്ക്. അപ്പോൾ GT എടുക്കാൻ നിൽക്കുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾ GTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ 750ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ, ഈ ഒരു ബൈക്ക് എടുക്കണോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ജസ്റ്റ് ടോക്ക് ചെയ്ത് പോവാം. അത്രയേ ഉള്ളൂ. ഭയങ്കര ബഹളമാണ്. അതിൻ്റെ അടുത്ത് തന്നെ വന്നു നിന്നു സ്വര. ഓക്കെ, എന്തായാലും സിഗ്നലൊന്ന് ഓൺ ആവട്ടെ. ഈ ട്രാഫിക്കിൽ നിന്ന് മുന്നോട്ട് പൊക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കാര്യങ്ങളിലോട്ട് തന്നെ പോവാം. അപ്പോൾ അങ്ങനെ ഒരു അപ്ഗ്രേഡ് GTക്ക് വരുന്നുണ്ട്, ഒരു പുതിയ എഞ്ചിൻ വരുന്നുണ്ടെന്നുള്ള കുറേ കാര്യങ്ങളുണ്ട്. സോ GT എടുക്കാൻ നിൽക്കുന്ന എല്ലാവർക്കും ഈ ഒരു ടോക്ക് വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്ക് GTയെ പറ്റിയും ഈ എഞ്ചിനെ പറ്റിയും നിലവിലുള്ള ഈ എഞ്ചിനെ പറ്റിയും ഒക്കെ ഒന്ന് സംസാരിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയും ഭയങ്കര ഇഷ്ടമുള്ളൊരു എഞ്ചിനുമാണ്. അപ്പോൾ ഇത് വാല്യൂ ഫോർ മണി ആണോ എന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടാവും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ GTക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം കാര്യമായിട്ട് കളർ ചേഞ്ചുകൾ, കുറച്ച് പൗഡർ കോട്ടഡ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് എഞ്ചിൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മാറി. എന്നാലും GTക്ക് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഇത്രയും വർഷങ്ങൾക്കിടയിൽ വന്നിട്ടില്ല. അപ്പോൾ സ്റ്റിൽ ഈ ഒരു ഇരുമ്പ് കൂടം, സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയണം, കാരണം ഇരുമ്പ് തന്നെയാണ്, മൊത്തത്തിലൊരു ഇരുമ്പ്. അതിനിടയിൽ ഞാൻ പണ്ടെപ്പോഴും പറഞ്ഞ പോലെ ഒരു അണ്ടാവ് പോലത്തെ ഒരു എഞ്ചിനുമായിട്ടുള്ളൊരു ഭീകരമായിട്ടുള്ളൊരു കിടിലമായിട്ടുള്ളൊരു ബൈക്ക് എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പോൾ എടുക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ഒരു തോട്ടും കാര്യങ്ങളും ഒക്കെ ഞാൻ പറയാം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ പോകാം. ഇൻ്റർസെപ്റ്റർ GT ഈ രണ്ട് ബൈക്കിൽ എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് ഇപ്പോൾ GTയിലാണ്. കാരണം ഇൻ്റർസെപ്റ്ററിൽ ഞാൻ കുറച്ച് ട്രിപ്പുകളാണ് പോയിട്ടുള്ളത്. GT ആണ് ഞാൻ എൻ്റെ സർക്കിളിനുള്ളിൽ കുറേ GTകൾ ഉള്ളതുകൊണ്ട് ഞാൻ GTയുമായിട്ടാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റിലുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. അമ്മേ, സ്കാനിയ ഈശ്വര, വരക്കം അത്ര പന്തിയായിട്ട് തോന്നിയില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വരാൻ പോകുന്ന ബൈക്കിനെ പറ്റി ജസ്റ്റ് എൻ്റെ തോട്ടുകളെല്ലാം പറയാം. ആദ്യം ഒരു കാര്യം ഞാൻ പറയാം, ഇതെല്ലാം റൂമേഴ്സ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടോക്ക് തന്നെയാണ്. അല്ലാതെ നമുക്ക് കറക്റ്റ് സ്പെക്കോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളോ അവർ പുറത്തു വിട്ടിട്ടില്ല. ഇങ്ങനൊരു ടെസ്റ്റ് നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തോട്ട്സ് പറയാം എന്നേ ഉള്ളൂ. എത്രത്തോളം ശരിയാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ തോട്ട്സ് ഞാൻ പറയാം, നിങ്ങളുടെ തോട്ട്സ് താഴെ എന്തായാലും നിങ്ങൾ പറഞ്ഞോളൂ. അപ്പോൾ ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓൾ ന്യൂ എഞ്ചിൻ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മടിയനായിട്ടുള്ളൊരു ബ്രാൻഡായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അവർ ആറ്റുനൂറ്റൊരു എഞ്ചിൻ ഉണ്ടാക്കും, എന്നിട്ട് ആ എഞ്ചിൻ എല്ലാ ബൈക്കിലും എടുത്ത് വെക്കും, എന്നിട്ട് കുറേ നാൾ അത് വെച്ചിട്ട് അതിൽ കളർ മാറ്റിയൊക്കെ കളിച്ച് കുറേ വർഷം അങ്ങനെയൊക്കെ പോകും. ഇതാണ് അവരുടെ നിലവിലെ പരിപാടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ എഞ്ചിൻ തന്നെ ഇപ്പോൾ വന്നിട്ട് കുറേ വർഷമായി. അവർ GTയിൽ കൊണ്ടുവന്നു, ഇൻ്റർസെപ്റ്ററിൽ കൊണ്ടുവന്നു, പിന്നെ അത് മീറ്റിയോറിൽ വെച്ചു, ഇപ്പോൾ കുറേ ബൈക്ക് ആ പേരിൽ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ കുറേ കളികൾ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു 750cc എന്ന് പറയുന്ന ഒരു ഓൾ ന്യൂ 750 ആയിരിക്കും എന്നുള്ളത്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു എഞ്ചിൻ അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഞാനൊരു കാര്യം പറയാം, ഈ റോയൽ എൻഫീൽഡ് അങ്ങനെയൊക്കെ മടിത്തരം പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അവർക്ക് നല്ല സെയിൽസ് ഉണ്ട് എന്നുള്ളതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അവരൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബ്രാൻഡ് തന്നെയാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. അപ്പം ഈ പറയുന്ന GT ആയിരുന്നാലും ഇൻ്റർസെപ്റ്റർ ആയിരുന്നാലും വില നിങ്ങൾക്ക് അറിയാം, ഓൾമോസ്റ്റ് നിയർലി ഒരു 5 ലാഖിനോടൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്.
4.5 5 പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വിലയുള്ളൊരു ബൈക്ക് ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ മാർക്കറ്റിൽ നല്ല രീതിക്ക് സെയിൽ ചെയ്ത് അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ചില്ലറക്കാരല്ല, അവർക്ക് നല്ല രീതിക്കുള്ള സെയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇൻ്റർസെപ്റ്റർ ആയിരുന്നാലും GT ആയിരുന്നാലും ഇതിലിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് ശരിക്കും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. അപ്പോൾ ഈ ഒരു എഞ്ചിൻ അവർ കംപ്ലീറ്റ്ലി മാറ്റിക്കൊണ്ടൊരു പുതിയ എഞ്ചിനൊന്നും പരീക്ഷിക്കാൻ പോകില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താ സംഭവിക്കാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി അങ്ങനെ ഒരു എഞ്ചിൻ വരുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു എഞ്ചിൻ തന്നെ കുറച്ചുകൂടി ബോർ ചെയ്ത, കുറച്ചുകൂടി അകം തുരന്ന് സിലിണ്ടറൊക്കെ ഒന്ന് വലുതാക്കി ഈ ഒരു എഞ്ചിൻ്റെ ബേസിൽ തന്നെ നിന്നുകൊണ്ടുള്ള ഒരു 750 ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിലെനിക്ക് കുറ്റമൊന്നുമില്ല, കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു കിടില എഞ്ചിനാണ്, അതൊരു ഡൗട്ടില്ല. നല്ല ടോർക്കുള്ള, നല്ല ആക്റ്റീവായിട്ടുള്ള, എങ്ങും ഒരു പവർ ലോസ് ഫീൽ ചെയ്യാത്ത, അത്യാവശ്യം നല്ല ഒരു പ്രത്യേകതര എഞ്ചിനാണ്, അങ്ങനെ തന്നെ പറയണം. അപ്പോൾ മാത്രമല്ല ഈ എഞ്ചിനെ തന്നെയാണ് നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഒരു ഗ്രണ്ടും ഒരു മുരൾച്ചയൊക്കെ ഉണ്ട്. ആ ഒരു സാധനം എന്ന് പറയുന്നത് നമുക്ക് സിംഗിൾ സിലിണ്ടറിൽ ഒരു ബൈക്കിലും നമുക്കത് കിട്ടില്ല. കിട്ടും, ഒരു വണ്ടിയിൽ കിട്ടും. അത് ഏത് ബൈക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് മോജോയിൽ കിട്ടും. പഴയ മോജോ UTയിലല്ല XTയിൽ കിട്ടും. XTയുടെ DB കില്ലറൊക്കെ ഊരി കളഞ്ഞിട്ട് അതെടുത്തൊന്ന് ഓടിക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സൂപ്പർ ബൈക്ക് ആണെന്ന് തന്നെ തോന്നും. ഇതേപോലത്തെ മുരൾച്ചകളും കാര്യങ്ങളും ഒക്കെ ആ ഒരു വണ്ടിയിൽ കിട്ടും, ആ ഒരു എഞ്ചിൻ്റെ സൗണ്ടിൽ നിന്ന് കിട്ടും. അത്രയും കിടിലമാണ്. ഞാനൊരു ഏതോ ഒരു ട്രിപ്പ് ഒരു 2 ദിവസം ഒരു മോജോ XTയിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ദിവസം അതും കൊണ്ട് പാഞ്ചാലിമേടും അവിടെ ഇവിടെയൊക്കെ കറങ്ങിയതാണ്. ഒരു മോജോ XT DB കില്ലറൊക്കെ ഊരി ഒരു വണ്ടിയായിട്ട് റെഡ് കളർ. അപ്പോൾ അതാണ് മോജോ എന്ന് പറയുന്നൊരു സാധനം. ഓക്കെ, അത് വേറൊരു വണ്ടി, അത് വിടാം. അപ്പോൾ ഈ ഒരു എഞ്ചിൻ്റെ ഒരു നോയ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ക്ലീൻ സ്മൂത്ത് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത് കൈവിട്ട് ഈ ഒരു 270 ഡിഗ്രി ക്രാങ്ക് കൈവിട്ടിട്ട് അവരൊരു 180 ക്രാങ്കിൽ ഒരു 750 എഞ്ചിൻ ഉണ്ടാക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു എഞ്ചിൻ ബേസിൽ തന്നെ ആയിരിക്കും അത് വരുന്നുണ്ടെങ്കിൽ അത് വരാനുള്ള ചാൻസ് ഉള്ളത്. പിന്നെ ഓബിയസ്ലി അത് വന്നു കഴിഞ്ഞാൽ ഈ GTയും ഇൻ്റർസെപ്റ്ററും ഉണ്ടാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതുണ്ടാവില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യും, പതുക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്യും. അവിടെയാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. നിങ്ങളിപ്പോൾ GT വാങ്ങിക്കാൻ നിൽക്കുവാണ്, അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റർ വാങ്ങിക്കാൻ നിൽക്കുവാണ്, നിങ്ങളിപ്പോൾ പോയിട്ട് ഈ ഒരു നിലവിലെ GT വാങ്ങിക്കണോ അതോ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് 750ലേക്ക് നോക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ആ ബൈക്ക് ഉടനെ വരാനുള്ള ചാൻസസ് ഇല്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരുപാട് ബൈക്ക് ഇപ്പോൾ പുതുതായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തന്നെ ഈ ഒരു എഞ്ചിൻ വെച്ച് ഒരുപാട് ബൈക്ക് അവർ ഇറക്കി. അപ്പോൾ ആ ബൈക്കുകളൊക്കെ ഒന്ന് സക്സസ് ആവോ അതൊക്കെ അനുസരിച്ചിരിക്കും, അതൊക്കെ ഒന്ന് നോക്കിയിട്ടേ അവരൊരു പുതിയ എഞ്ചിനിലേക്ക് പോവുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഫീല്. അല്ലെങ്കിൽ അവർ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബാക്കിയുള്ള ബൈക്കുകൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാതെ ഇൻ്റർസെപ്റ്ററും GTയും ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് പുതിയ എഞ്ചിൻ അവർ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്യാൻ പറയില്ല. കാരണം അത് എപ്പോൾ വരും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ലാത്ത കാര്യമാണ്. ചിലപ്പോൾ അവർ ഏതെങ്കിലും ഒരു ഡിസ്പ്ലേ മോഡലായിട്ട് കൊണ്ടുവന്നിട്ട് കുറേ നാൾ അതോടെ വെക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ കേൾക്കുന്ന ഒരു റൂമർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേരിട്ട് GT 650 ഇൻ്റർസെപ്റ്റർ 650 വരുന്നത്. അത് വരാൻ പോകുന്നത് ഹിമാലയനിലായിരിക്കും. ഹിമാലയൻ 750 എന്ന് പറയുന്നൊരു മോട്ടോർ സൈക്കിൾ വരും എന്നുള്ള റൂമേഴ്സാണ് കൂടുതലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉറപ്പായിട്ടും അങ്ങനെ ഒരു എഞ്ചിൻ ഹിമാലയനിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ എഞ്ചിൻ ബേസ് ചെയ്തുകൊണ്ട് തന്നെ GTയിലും ഇൻ്റർസെപ്റ്ററിലും പതുക്കെ വന്നോളും, അത് വേറൊരു കാര്യം. അപ്പോൾ അതാണ് 750യുടെ കാര്യം. നല്ല ട്രാഫിക്കിലേക്കാണ് കയറിയിട്ടുള്ളത് വൈകുന്നേരം ആയതുകൊണ്ട്. പിന്നെ ആ ബൈക്കിൽ ഒരുപാട് കാര്യങ്ങൾ, ആ ഒരു റൂമർ പിക്ക് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ആ പിക്ക് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഡുവൽ ഡിസ്ക് കാണുന്നുണ്ട്. ഡുവൽ ഡിസ്ക് നല്ലതാണ്, കാരണം നല്ല ഹെവി ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ്. 750യും ഇതേപോലെ അല്ലെങ്കിൽ ഇതിനെക്കാട്ടിയും കുറച്ചുകൂടെ ഹെവി ആവാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ ഒരു ഡുവൽ ഡിസ്ക് ഡെഫിനറ്റ്ലി ഈ വണ്ടിക്കും വേണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇതിൻ്റെ ബ്രേക്കിംഗ് ബൈറ്റ് സൂപ്പറാണ്, ഇതിൻ്റെ സസ്പെൻഷൻ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ ഡുവൽ ഡിസ്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സസ്പെൻഷൻ കുറച്ചൊന്ന് ഹാർഡ് ആക്കണമെന്നുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഈ ബൈക്കിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ നല്ല രീതിക്ക് നോസ് ഡൈവ് ചെയ്യുന്നുണ്ട്. അതായത് വണ്ടി ഇങ്ങനെ മുൻഭാഗം നന്നായിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഒലയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി ഈ പറയുന്ന ടെലിസ്കോപ്പിക് ഫോക്സ് ഒക്കെ മാറ്റിയിട്ട് ഒരു USD കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം ആ ഒരു വണ്ടിയിൽ. പിന്നെ ഡെഫിനറ്റ്ലി അതിലൊരു ഫെയറിങ് കാണുന്നുണ്ട്, ഒരു ഫുള്ളി ഫെയർഡ് ആയിട്ടുള്ള ഒരു ഹാഫ് ഫെയറിങ്, അത് തന്നെയാണ് ഒരു കഫേ റേസർ ടച്ചിലെ ഒരു ഫെയറിങ് കാണുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ കുറേ പേര് എനിക്ക് കമൻറ്റ് ചെയ്തു അത് കൊള്ളത്തില്ല എന്നുള്ള രീതിക്ക്. ഓരോരുത്തരുടെ ടേസ്റ്റാണ്. എനിക്ക് കഫേ റേസർ എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ ഞാൻ കൂടുതൽ പണ്ട് തൊട്ടേ ഫോളോ അപ്പ് ചെയ്യുന്നതാണ് ഈ BMWൻ്റെ കഫേ റേസേഴ്സ്, ട്രയംഫിൻ്റെ കഫേ റേസേഴ്സ്. അതിലൊക്കെ അങ്ങനത്തെ ഒരു ഫെയറിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് കവാസാക്കിയുടെ Z900ൻ്റെ എഞ്ചിൻ വെച്ചിട്ടുണ്ട് ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, ഐ ഫീൽ R900 900R ഓർമ്മയില്ല. ആ ഒരു വണ്ടിയും ഒരു കഫേ റേസർ ടച്ചിൽ വന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഫെയറിങ്. അതിനും ഇങ്ങനൊരു ഫെയറിങ് ഉണ്ടായിരുന്നു. സോ ഫെയറിങ് വന്നാൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഊരിയും വെക്കാം, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് 750യുടെ ആ ഒരു പിക്ക് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ എഞ്ചിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ നിലവിലെ GTയുടെ കാര്യങ്ങൾ പറയാം. നിങ്ങളിൽ നല്ലൊരു ശതമാനം പേർക്ക്
എല്ലാവർക്കും ചിലപ്പോൾ തോന്നുന്നൊരു കാര്യം ഉണ്ടാവും, GT-യിൽ കാര്യമായിട്ടുള്ള അപ്ഗ്രേഡുകളൊന്നുമില്ല, അപ്പോൾ സ്റ്റിൽ ഈ ഒരു ബൈക്ക് എടുക്കുന്നതിൽ കാര്യമുണ്ടോ? കാരണം ആ ഒരു ക്വസ്റ്റ്യന് കുറേ പ്രസക്തിയുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡ്യൂക്ക് 390 നിങ്ങൾക്ക് അറിയാം, ഓൾമോസ്റ്റ് ഈ ഒരു പ്രൈസ് ടാഗിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ബൈക്കാണ്. സോ ബൈക്കുകളെല്ലാം ഫീച്ചറിസ്റ്റിക് ആവുകയാണ്. ഈവൻ അതിന് താഴെ നിൽക്കുന്ന നമ്മുടെ RTR 310 ഈ ബൈക്കുകളൊക്കെ ഒരുപാട് ഫീച്ചറിസ്റ്റിക് അല്ല. അതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് TVS പോലും അറിയില്ല. ഇനി കുറച്ച് ചൂടുവെള്ളം തിളപ്പിക്കാനുള്ള സെറ്റപ്പോടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ വെള്ളം എടുത്ത് കുളിക്കാം, അമ്മാതിരി സാധനങ്ങളാണ് അതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തൊന്നുമില്ല, GT-യിൽ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. ആ ഒരു കൺസോൾ അതേപോലെ തന്നെ ഉണ്ട്. അതിൻ്റെ അകത്തെ ഫ്യൂൽ ഗേജിൻ്റെ അവസ്ഥ ഞാൻ പറയേണ്ട കാര്യമില്ല, അത് പല നേരത്തും പല വട്ടമാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതൊട്ടും ആക്യുറേറ്റ് ഒന്നും അല്ല, പണ്ടോട്ടേ അങ്ങനെയല്ല, ഇനിയൊട്ടും ആവുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത് ഒരു റെട്രോ ഒരു ക്ലാസിക്കൽ ഒരു കഫേ റേസർ മൂഡ് ബൈക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന കൺസോളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഒരു TFT ഡിസ്പ്ലേ ഒക്കെ എടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറായി പോകുന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഈ ബൈക്കിനില്ല. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് സീറോ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഞാൻ പറയാം, ഈ സാധനം വാല്യൂ ഫോർ മണിയാണ്. ഇത് വാല്യൂ ഫോർ മണി തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ബൈക്ക് ഒരു 10 ലക്ഷം രൂപയുടെ ബൈക്ക് എന്ന് കേൾക്കുമ്പോൾ പലരും പലതായിരിക്കും ചോദിക്കുക. എത്ര മൈലേജ് കിട്ടും അതിന് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും, ഏത് ബ്രാൻഡിൻ്റെയാ എന്ന് ചോദിക്കുന്നവരുണ്ടാവും, എത്ര km/h സ്പീഡ് കയറുമെന്ന് ചോദിക്കുന്നവരുണ്ടാവും, എത്ര CC എഞ്ചിനാണ് അത് എന്ന് ചോദിക്കുന്നവരുണ്ടാവും. എനിക്ക് തോന്നുന്നു ഇതിൽ അവസാനം പറഞ്ഞ ആളാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് 20 ലക്ഷം രൂപയുടെ ബൈക്കാണെന്ന് ഒരു ബൈക്ക് കാണിച്ചിട്ട് പറഞ്ഞാൽ ഞാൻ എൻ്റെ കണ്ണ് പോകുന്ന എഞ്ചിനിലോട്ടായിരിക്കും. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ നോക്കുന്നത് എത്ര CC 20 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ എത്ര CC ആവണം എന്നുള്ള ഒരു മനസ്സിലൊരു കാൽക്കുലേഷനൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ CC-യിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ബാക്കിലോട്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4.5 lakhs റേഞ്ചിൽ ഒരു 650 cc, അതായത് ഒരു മിഡിൽ വെയ്റ്റ് സൂപ്പർ ബൈക്ക് എന്ന് പറയുന്നത്, ഇതൊരു സൂപ്പർ ബൈക്കാണോ അല്ലേ എന്നുള്ളത് തർക്ക വിഷയമാണ്. കുറേ പേരൊക്കെ ആണ് എന്ന് പറയുന്നവരൊക്കെ ഉണ്ടാവും, ബട്ട് അത് വേറെ. പക്ഷേ ഞാൻ പറയുന്നതാണ്, ഒരു മിഡിൽ വെയ്റ്റ് ബൈക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് ശരിക്കും കമ്പാരബിൾ ഒന്നുമല്ല, അതായത് ഒരുപാട് ബൈക്കുമായിട്ട് ഇത് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഡ്യൂക്ക് 390 ഒരിക്കലും എഞ്ചിനെയും ഈ ബൈക്കിനെയൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഒരു മാനറിലേ അല്ല അത് പവർ ചെയ്യുന്നത്, അത് ഓടിക്കുന്നതിൻ്റെ ഒരു സുഖമേ അല്ല ഈ ബൈക്ക് ഓടിക്കുന്നതിൻ്റെ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ എഞ്ചിനെ അധികം ബൈക്കുകളുമായിട്ടൊന്നും എടുത്ത് കമ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. അതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതൊരു 650 cc എഞ്ചിനാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 650 cc ആയിട്ടുള്ള CBR 650R അല്ലെങ്കിൽ CB 650R ആയിട്ട് ഒരിക്കലും ഇതിൻ്റെ അടുത്ത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ട്വിൻ സിലിണ്ടർ 650 നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഉള്ളത് നിഞ്ച 650, നിഞ്ച 500 പോലത്തെ ബൈക്കുകളാണ്. അപ്പോൾ അതെന്ന് പറയുന്ന ഒരു 180 ക്രാങ്കുള്ള വേറൊരു സ്പോർട്സ് മോഡിലിരിക്കുന്ന ബൈക്കും എഞ്ചിനും ഒക്കെയാണ്. ആ ഒരു എഞ്ചിനേ അല്ല ഇത്, ആ ഒരു എഞ്ചിൻ്റെ ഒരു മാനറേ അല്ല അത്. അപ്പോൾ അതുമായിട്ടും ഇതിന് ഡയറക്റ്റ്ലി കമ്പാരിസൺ ഇല്ല. ഇനി പ്രൈസ് വൈസ് കമ്പയർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഡ്യൂക്കുമായിട്ടൊക്കെ കമ്പയർ ചെയ്യേണ്ടി വരും. ഡ്യൂക്ക് പോലത്തെ ഒരു എഞ്ചിനല്ല ഇത്. അപ്പോൾ അതുപോലത്തെ ഒരു ബൈക്കും അല്ല, അതുപോലത്തെ ഒരു എഞ്ചിനും അല്ല ഇത്. സോ ഇതിനങ്ങനെ ഒരു കമ്പാരിസൺ എനിക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പം ഏതുമായിട്ട് കമ്പയർ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പാരിസൺ അല്ല, ഞാൻ ആ ഒരു എഞ്ചിൻ്റെ ഒരു ഫീലിൽ പറയാം. ട്രയംഫിന് ഒരു ബൈക്കുണ്ട്, ട്രയംഫ് ബോണിവൽ T100 ഒരു ബൈക്കുണ്ട്. അതിൻ്റെ ഒരു എഞ്ചിനും അതിൻ്റെ ഒരു പവറിങ്ങും ഓൾമോസ്റ്റ്ലി ഒരു കോപ്പി അടിച്ച പോലെയാണ് ഇതിൻ്റെ ഒരു എഞ്ചിനും പവറിങ്ങും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബട്ട് സ്റ്റിൽ അതിനെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ആ പറയുന്ന ട്രയംഫ് വാങ്ങുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 3 GT വാങ്ങിക്കാം, അല്ലെങ്കിൽ ഒരു 3 ഇൻ്റർസെപ്റ്റർ വാങ്ങിക്കാം. അപ്പോൾ അവിടെയും പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. സോ അങ്ങനെയാണ് ഈ ഒരു വണ്ടിയുടെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റിൽ ഇപ്പോഴും നിങ്ങൾക്കൊരു 4.5 lakhs താഴെ ഒരു 650 cc എൻജിൻ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് അന്നും ഈ ബൈക്കിൻ്റെ ഒരു തുറുപ്പുചീട്ടെന്ന് പറയുന്നത്, ഇന്നും ഈ ബൈക്കിൻ്റെ തുറുപ്പുചീട്ടെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ വലിയ എൻജിൻ ഉള്ളതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ എൻജിനിൽ വലിയ കാര്യമൊന്നുമില്ല, എൻജിൻ CC കൂടുന്നു എന്നും പറഞ്ഞുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ആ എൻജിനെ എങ്ങനെ ട്യൂൺ ചെയ്ത് ആ ഒരു ബ്രാൻഡ് വണ്ടിയിൽ വെച്ചിരിക്കുന്നു എന്നതിലാണ് കാര്യം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ട്യൂണിങ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല പവർഫുള്ളാണ്, നല്ല ടോർക്കിയാണ്. അതായത് നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇതുപോലെ തെറിക്കും, അമ്മാതിരി ഒരു തെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പവർ ഉണ്ടോ? ഉണ്ട്. പിന്നെ വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ല സ്റ്റേബിളാണ്. പക്ഷേ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ച് വോബ്ലിംഗ് ഇഷ്യൂസൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ സ്റ്റേബിൾ ഇഷ്യൂസൊക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ. റോയൽ എൻഫീൽഡാണ്, പുതിയ ബൈക്ക് എടുത്താലും ചിലപ്പോൾ നമുക്കൊരു എന്താ പറയുക, കൈ വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സൈഡിലേക്കൊക്കെ പോകും, അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എഞ്ചിൻ്റെ പവറിങ്, ഇതിൻ്റെ ഒരു എഞ്ചിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് ശരിക്കും കുറച്ച് പ്രീമിയം ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ആ ഒരു എഞ്ചിൻ്റെ മുരളൽ ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ഒരു ഫീല് വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു 650 cc ഒരു പ്രീമിയം ഫീല് ഈ ബൈക്ക് തരുന്നുണ്ട്.
പിന്നെ ഡെഫിനറ്റ്ലി നെഗറ്റീവ്സ് ഒരുപാടുണ്ട്. ബൈക്കിന് നെഗറ്റീവ്സ് ഇല്ലാത്തതൊന്നുമല്ല. ബൈക്ക് നല്ല ഹെവിയാണ്. ഇപ്പോൾ ഡ്യൂക്ക് 390 നോക്കണോ ഇത് നോക്കണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. എൻ്റേർലി ഡിഫറെൻ്റ് ആണ് രണ്ട് ബൈക്കും തമ്മിൽ. റൈഡ് ഫീൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഡ്യൂക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാം, ഒരു ടോയ് ഉപയോഗിക്കുന്ന പോലെ ഉണ്ടാവുള്ളൂ. ഇതിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചൊരു പ്രഷർ ഇടണം എല്ലാ കാര്യത്തിനും. അതായത് ഒരു സ്റ്റിഫ്നെസ്, ഒരു സ്റ്റഡിനെസ് ഉണ്ട് ബൈക്കിന്. അത് ബൈക്കിൻ്റെ വെയിറ്റ് കാരണമാണ്. നിങ്ങൾക്ക് എപ്പോഴും വണ്ടിയുടെ ഒരു വെയിറ്റും വണ്ടിയുടെ എഞ്ചിൻ്റെ ഒരു മുരളലും ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെയായിരിക്കും ഇഷ്ടമാവുക. നിങ്ങൾക്ക് ഡ്യൂക്ക് ഓടിച്ചാലും ചിലപ്പോൾ 390 ഓടിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പ്രീമിയം ഫീൽ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ബൈക്കിലിപ്പോൾ ഫീച്ചേഴ്സ് ഇല്ല, ട്രാക്ഷൻ കൺട്രോൾ ഇല്ല, ABS ഇല്ല, കോർണറിങ് ABS ഇല്ല, ക്രൂസ് കൺട്രോൾ ഇല്ല, വീലി കൺട്രോൾ ഇല്ല. ഓക്കെ, എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ GTക്ക് ആ ഒരു 650cc എഞ്ചിൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. വണ്ടിയുടെ വില 5 ലക്ഷം കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും സ്റ്റിൽ ഒരു 5-ന് താഴെ 4.5 ആ റേഞ്ചിലൊക്കെ കിടക്കുവാണ് എന്നുണ്ടെങ്കിൽ എനിക്കൊരിക്കലും ഇത് വാല്യൂ ഫോർ മണി ബൈക്ക് അല്ല എന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം പവറുണ്ട്, ആ കൊടുക്കുന്ന ക്യാഷിനുള്ള എഞ്ചിനുണ്ട്, അതിനുള്ളൊരു പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി വാല്യൂ ഫോർ മണി അല്ല എന്നൊരു അഭിപ്രായം എനിക്ക് സത്യം പറഞ്ഞാൽ ഇല്ല. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് കുത്തിക്കയറ്റി എന്താ പറയുക, ഒരു മോഡേൺ സ്റ്റൈലിലേക്ക് മാറേണ്ട ഒരു ബൈക്കായിട്ടും തോന്നുന്നില്ല. കാരണം ഇതൊരു റെട്രോ ടൈപ്പ് ഒരു കഫേ റേസറാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇരുന്നാലും ഇതിനൊരു ഭംഗിയുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു തോട്ട് എന്ന് പറയുന്നത് GTയെ പറ്റി. എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലുള്ളൊരു ബൈക്ക് തന്നെയാണ്. കംപ്ലയിൻസും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. ഭയങ്കര ക്ലീൻ ഒന്നുമല്ല. ഇതിൻ്റെ പാർട്സിനൊക്കെ നല്ല വിലയുണ്ട്. ഈ ലിവറിനൊക്കെ നല്ല വിലയാണ്. അപ്പോൾ അത്യാവശ്യം വിലയൊക്കെ ഉള്ളൊരു ബൈക്കാണ്. കൊണ്ടിട്ട് കഴിഞ്ഞാലും നല്ലൊരു പ്രൈസൊക്കെ വരുന്നൊരു ബൈക്ക് തന്നെയാണ്. പക്ഷേ എന്താ പറയുക, മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റും. അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കൂടെ നിർത്തേണ്ട രണ്ട് ബൈക്കുകൾ തന്നെയാണ് ഇൻ്റർസെപ്റ്ററും GTയും. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എടുക്കുക. നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. സ്റ്റിൽ ഇത് വാല്യൂ ഫോർ മണി ആണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ബിക്കോസ് ഇതിൻ്റെ എൻജിൻ, ആ ഒരു എൻജിൻ ഒരു മാജിക് തന്നെയാണ്. റോയൽ എൻഫീൽഡിൻ്റെ ഒരു മാജിക് തന്നെയാണ്, അതിൽ ഡൗട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്റ്റിൽ വാല്യൂ ഫോർ മണി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ പറയണം. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു മോർണിംഗ് അല്ലല്ലോ, ഈവനിങ് ടോക്ക് വീഡിയോ ഇവിടെ തീരുവാണ്. ഈ വീഡിയോയിൽ ജസ്റ്റ് ഈ പറയുന്ന പുതിയൊരു 750 വരുന്നുണ്ടെന്ന് കേട്ടു, ഒരു റൂമർ കേട്ടു. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഉള്ളൊരു നിങ്ങളുടെ അഭിപ്രായങ്ങളൂടെ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ പറഞ്ഞോളൂ. സോ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ട്രാക്ഷൻ 4. ബൈ. വീണ്ടും ട്രാഫിക്കിൻ്റെ വായിലേക്കാണല്ലോ നമ്മുടെ യാത്ര. ദൈവമേ, റെഡ് സിഗ്നൽ സമാധാനമായി.